ഓക്കെ, ഇന്ന് നമ്മൾ ഫാൻസി നമ്പർ എങ്ങനെയാണ് പരിവാഹൻ സൈറ്റ് വഴി ബുക്ക് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പരിവാഹൻ ഫാൻസി പോർട്ടലിൽ നിന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ പബ്ലിക് യൂസർ എന്നുള്ളൊരു ബട്ടൺ കാണാം. അവിടെ സൈനപ്പ് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ ഐ ഡി ചോദിക്കും, അത് വെച്ച് സൈനപ്പ് ചെയ്യണം. ഈ ഡീറ്റെയിൽസ് ഞാൻ ചെയ്യട്ടില്ല, ഇത് വളരെ ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം, അത്രയും ഈസിയാണ്. ഇത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ലോഗിനും യൂസർ നെയിമും പാസ്വേഡ് അവിടെ കാണുന്നത്. ഇപ്പോൾ ഇതിൽ കുറേ പ്രോസസ്സ് ഉണ്ട്. ഇത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ബുക്ക് ചെയ്തുകൊണ്ട് നമ്പർ ബുക്ക് ആവില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഓരോരോ ടാബ് ഉണ്ട്. ഇപ്പോൾ അതിൽ ബിഡിങ് അപ്ഡേറ്റ്സ്, ഓപ്പൺ സീരീസ്, അങ്ങനെ കുറേ ടാബ് കാണുന്നുണ്ട്. അപ്പോൾ ഓരോ ആഴ്ചയും തിങ്കളാഴ്ച രാവിലെ 11 മണി തൊട്ട് ഫ്രൈഡേ 4:30 വരെയാണ് നമുക്കൊരു നമ്പർ റിസർവ് ചെയ്യാനുള്ള സമയം. അപ്പോൾ ഇതിൽ ആ ഓപ്ഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്പൺ അടിച്ചു കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിലും എവിടം തൊട്ട് എവിടം വരെയുള്ള നമ്പറാണെന്ന് കാണിക്കും. മിക്കവാറും ഒരു 100 നമ്പർ വെച്ചിട്ടായിരിക്കും ഓരോ ആഴ്ച കൂടുക. അപ്പോൾ ഇതിൽ ഒരു കേരള എന്ന് അടിക്കുക, നമ്മുടെ ആർ ടി ഒ ഏതാണെന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര നമ്പർ ആണ് ഇപ്പോൾ ഓപ്പൺ എന്നുള്ളത് കാണിക്കും. സോറി, ഇതിലിപ്പോൾ എൻ്റെ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്, സോറി. ഓക്കെ, ഇപ്പോൾ അത് ലോഡാവും. കറക്റ്റ് ആർ ടി ഒ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ കാണിക്കുന്ന നമ്പറിൽ നിന്നാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുക. അപ്പം മിക്കവാറും 700 തൊട്ടോ 1699 വരെയോ 1799 വരെയുള്ള നമ്പറായിരിക്കും. അടുത്ത ആഴ്ച ചിലപ്പോൾ അത് 700 എന്നുള്ളത് ചിലപ്പോൾ ഒരു 500 തൊട്ടോ, അല്ലെങ്കിൽ ഈ 1799 എന്നുള്ളത് 1899 വരെ, ഒരു 100 നമ്പർ വെച്ച് അവരിങ്ങനെ ആഡ് ചെയ്യും. അപ്പോൾ ആ ആഴ്ചയിൽ നമുക്ക് ആ നമ്പർ സെലക്ട് ചെയ്യും. ഇതിൽ നോക്കുമ്പോൾ കറക്റ്റ് കാണാം, ലാസ്റ്റാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഇത്. 701 തൊട്ടാണ് നമ്പറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ ലാസ്റ്റ് സീരീസും കാണിക്കും. ഇതിൽ ഏതെങ്കിലും നമ്പർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും, അത് ഓരോ ഫാൻസി നമ്പറിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ട് ഇത്ര എമൗണ്ട് വെച്ചിട്ട്. ബേസ് എമൗണ്ട് സാധാരണ നമ്പറിന് 3000 രൂപയാണ്. ഇപ്പോൾ ഞാനിതിൽ 1680 എന്നുള്ള നമ്പർ, ഇതിപ്പോൾ അത്ര ഫാൻസി അല്ല, എന്നാൽ അത് ആ ഒരു റേഞ്ചിൽ വരണോണ്ട് അടിച്ച് നോക്കുകയാണ്. അത് അവൈലബിൾ ആണോ അല്ലേ എന്ന് നമുക്ക് അടിച്ചു നോക്കാം. ഇതുപോലെ ഇപ്പോൾ നമുക്കതിൽ 1616 വേണം, 1661, അതൊക്കെയാണ് കുറച്ചും കൂടെ ഫാൻസി ആയിട്ടുള്ള ആ സീരീസിൽ ഇപ്പോൾ ഉള്ള നമ്പർ. അത് അടിച്ചു നോക്കി കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണോ അല്ലേ എന്ന് നമുക്കിതിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണോ അല്ലേ എന്ന് കാണാൻ പറ്റും. ഈ ക്യാപ്ച കുറച്ച് ട്രിക്കിയാണ്, എന്നാലും 2 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിൽ നമ്പർ സെർച്ച് ചെയ്യുന്നുണ്ട്, അതിനുശേഷം ക്യാപ്ച അടിച്ചു നോക്കാം. അപ്പോൾ കറക്റ്റ് നമ്പർ തെളിഞ്ഞു വരും. അത് അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, അത് കണ്ടോ, ആ നമ്പർ ഈ ആഴ്ച അവൈലബിൾ ആണ്. അതിൽ ഓപ്പൺ സീരീസ് എന്നുള്ള ഇതിൽ വീണ്ടും ഒന്നുകൂടെ അടിച്ചു നോക്കാം. നമ്മുടെ ആർ ടി ഒ ഇപ്പോൾ അത് കണ്ടില്ലേ, ഈ റേഞ്ച് വരെയുള്ള നമ്പറുകളിൽ ആണ് നമുക്ക് അതിൽ ഏത് നമ്പർ വേണമെങ്കിലും അടിച്ചു നോക്കാം. അത് അവൈലബിൾ ആണോ അല്ലെന്ന്. അവൈലബിൾ ആണെന്ന് തന്നെയായിരിക്കും മിക്ക നമ്പറും കാണിക്കുക. കാരണം ഇപ്പോൾ റിസർവേഷൻ പീരീഡ് ആണ്. മൺഡേ ടു ഫ്രൈഡേ എന്നുള്ളത് റിസർവേഷൻ ടൈമാണ്. ആ ടൈമിൽ ബിഡിങ്ങും നടക്കില്ല. ഇപ്പോൾ ആക്റ്റീവായിട്ട് ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് ആരൊക്കെ എത്ര നമ്പർ ആക്റ്റീവ് ആണെന്നുള്ളത്, ഇപ്പോൾ എൻ്റെ ഒരു ആർ ടി ഒയിൽ നോക്കുമ്പോൾ എത്ര നമ്പർ ബിഡിങ്ങിന് പോയിട്ടുണ്ടെന്നുള്ളത് കാണണമെങ്കിൽ നമുക്ക് ഈ ബിഡിങ് അപ്ഡേറ്റ്സ് എന്നുള്ള ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം ഞാൻ 1616 എന്നുള്ളൊരു ഫാൻസി നമ്പറാണ് അടിച്ചു നോക്കുന്നത്. അത് കാണിക്കും. ഇപ്പോൾ അടിയിലേക്ക് വരുമ്പോൾ കാണാം. അതായത് ഇത് അവൈലബിൾ ആണെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് മിസ്റ്റേക്ക് ആദ്യം ചെയ്തിരുന്നു. ഈ നമ്പർ ഇതുപോലത്തെ നമ്പർ നമുക്ക് അവൈലബിൾ ആണെന്ന് വെച്ചിട്ട് അതിൻ്റെ അർത്ഥം നമുക്കത് കിട്ടുന്നല്ല. ഇത് നമ്മൾ 3000 രൂപ അടച്ചിട്ട് റിസർവ് ചെയ്യണം, തിങ്കൾ ടു ഫ്രൈഡേ വരെയുള്ള ഏത് സമയത്തും. ഇപ്പോൾ നമ്മൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അതിന് മാറ്റർ അല്ല, ഫ്രൈഡേ 4:30 മുമ്പ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ നമ്പർ ഈ പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് റിസർവ് ചെയ്ത് വെക്കാം. 3000 രൂപയാണ്, അല്ലെങ്കിൽ 5000 രൂപയായിരിക്കും അതിൻ്റെ ബേസ് എമൗണ്ട്, എത്രയാണോ അതിൽ കാണിച്ചേക്കുന്നത് ആ എമൗണ്ട് അടച്ചിട്ട് റിസർവ് ചെയ്യാം. ഈവൻ നമുക്ക് ഹയർ എമൗണ്ട് വെച്ചിട്ട് റിസർവ് ചെയ്യണമെങ്കിൽ അതായാലും കുഴപ്പമില്ല. ചിലർ 5000 രൂപയ്ക്ക് റിസർവ് ചെയ്യും, ചിലർ 10000 രൂപയ്ക്ക് റിസർവ് ചെയ്യും. അത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ചൊവ്വാഴ്ച ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ് ഓൾറെഡി ബിഡിങ്ങിൽ അല്ലെങ്കിൽ റിസർവ് ചെയ്തേക്കണം എന്നുള്ളത് ഇതിൽ കാണിക്കും. കറക്റ്റ് സ്റ്റേറ്റും ആർ ടി ഒയും സെലക്ട് ചെയ്താൽ ഇപ്പോൾ കാണിക്കും. 6 നമ്പേഴ്സാണ് ഓൾറെഡി അവൈലബിൾ ഉള്ളത്. അതിന് ഓൾറെഡി ഒരു നമ്പറിന് കാണാം 2 അപ്ലിക്കൻസ് ഓൾറെഡി ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടാബിൽ പോയി കഴിഞ്ഞാൽ ആ ആർ ടി ഒൻ്റെ അടിയിൽ ഏതൊക്കെ നമ്പറാണോ ആൾക്കാർ റിസർവ് ചെയ്തേക്കുന്നത്, ഹൗ മെനി അപ്ലിക്കൻസ് ഉണ്ട്. ഇപ്പോൾ ചൊവ്വാഴ്ച ആയതുകൊണ്ടാണ് ഇതിൻ്റെ ട്രിക്കി പാർട്ട് എന്താണെന്ന് വെച്ചാൽ
ഫ്രൈഡേ വരെ റിസർവേഷനിൽ ഇങ്ങനെ ആൾക്കാരുണ്ടാവും. സാറ്റർഡേ 6 PM തൊട്ട് സൺഡേ സൺഡേ അല്ല, മൺഡേ 10:30 AM വരെ മോർണിംഗ് ആണ് ബിഡിങ്ങിൻ്റെ ടൈം. ആ ടൈമിലായിരിക്കും നമുക്ക് ബിഡിങ് എന്നുള്ളൊരു ടാബ് ഓപ്പണായി വരിക. ഈ സമയം വരെ, ഈ ഫ്രൈഡേ വരെ നമുക്ക് നമ്മുടെ നമ്പർ റിസർവ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. സാറ്റർഡേ സൺഡേ നമ്മൾ ബിഡിങ്ങിൽ പങ്കെടുത്തോ ഇല്ലെന്നുള്ളത് നമ്മുടെ നമ്പർ അനുസരിച്ചിരിക്കും. വേറെ ആരും നമ്മുടെ നമ്പറിലേക്ക് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ റിസർവ് ചെയ്ത എമൗണ്ടിൽ നമുക്ക് ആ നമ്പർ കിട്ടും. അതല്ല, നമ്മൾ നല്ല നമ്പറൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്, വേറെ ആൾക്കാർക്കും ആ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ബിഡിങ്ങിലേക്ക് പോകും. ആ ബിഡിങ് നടക്കുക സാറ്റർഡേ 6 PM തൊട്ട് മൺഡേ 10:30 AM വരെയാണ്. അത് ഈവൻ 10:30 എന്നുള്ളത് 10:29 AM വരെ ചിലപ്പോൾ ആൾക്കാർ ബുക്ക് ചെയ്തെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന ഇഷ്ടപ്പെട്ട നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ആക്റ്റീവ് ആയിരിക്കണം. എസ്പെഷ്യലി അറ്റ്ലീസ്റ്റ് മൺഡേ അപ് ടു 10:30 വരെയുള്ള ഒരു 1 hour 9:30 to 10:30 നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. കാരണം ആളുകൾ ചിലപ്പോൾ ഈവൻ ആ സമയത്ത് പോലും 1000 രൂപ 2000 രൂപ വെച്ച് കയറ്റി ആ നമ്പർ എടുത്ത് കൊണ്ടുപോകാം. ഇതിൽ ഞാൻ ഓൾറെഡി 2 നമ്പറുകൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്റ്റൊക്കെ നിങ്ങൾക്ക് ആ പ്രിൻ്റ് നമ്മളൊരു ബുക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പ്രിൻ്റ് ഉണ്ടാവും, 2 റെസിപ്റ്റ് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ സക്സസ് എന്നുള്ള മെസ്സേജ് വരില്ല. അപ്പോൾ ഉടനടി പോയിട്ട് രണ്ടാമത് പേയ്മെൻറ്റ് അടയ്ക്കാൻ നോക്കരുത്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഈ ഓപ്ഷനിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതെങ്ങനെയാണ് നമ്പർ ബുക്ക് ചെയ്യാന്നുള്ളത് ഇത് കണ്ടില്ല, നമ്മൾ ആ ബിഡിങ് അപ്ഡേറ്റ്സ് കാണിച്ച 6 നമ്പറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി നമുക്കതിൽ പുതിയ നമ്പർ എങ്ങനെയാണ്, അതായത് നമുക്കും ഇതേ നമ്പർ വേണം, അതല്ല പുതിയ നമ്പറാണ് നമുക്ക് റിസർവ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷനിൽ പോവുക, നമ്പർ സെലക്ഷനിൽ പോവുക, നമ്മുടെ RTO അടിക്കാം. RTO അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ അഡ്രസ് പ്രൂഫുള്ള RTO ആയിരിക്കണം. അവിടെ ആ നമ്പർ ടൈപ്പ് ചെയ്യുക, 1616 അല്ലെങ്കിൽ 1680 എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ റിസർവേഷൻ എമൗണ്ട് എത്രയാണെന്ന് കാണിക്കും, അതിൽ സെലക്ട് ചെയ്യുക, ക്ലിക്ക് രജിസ്റ്റർ കൊടുക്കുക. ആ ടാബ് വളരെ സിമ്പിളാണ്. അതിനുശേഷം അതിൽ നമ്മുടെ, അതായത് നമ്മൾ ഒരു ടാബിലേക്ക് പോകുമ്പോൾ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് അത് ബുക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ഡീലർ നമുക്ക് തരും. ആ നമ്പർ ടെമ്പററി ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ വരും. നമ്മളവിടെ നമ്മുടെ ID പ്രൂഫിൻ്റെ ഒരു നമ്പറും പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ രജിസ്റ്റർ ചെയ്ത ആളുടെ പേരിൽ തന്നെ ആയിരിക്കണം. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിഡിങ് പ്രോസസ്സാണ്. അത് സാറ്റർഡേ ഞാൻ പറഞ്ഞ പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് ഇവിടെ ഒരു നമ്മൾ ബുക്ക് ചെയ്ത ബിഡ് അക്നോളജ്മെൻറ്റ് നമ്പർ വരും. ഇപ്പം ഞാൻ ചൊവ്വാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. കറക്റ്റ് സാറ്റർഡേ 6 PM ശേഷം നമ്മളിവിടെ ലോഗിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത നമ്പറിൻ്റെ ഒരു റെസിപ്റ്റ് അവിടെ കാണിക്കും. അതുപോലെ ബിഡിങ് അവിടെ നടക്കുന്നതായിട്ട് കാണിക്കും. ഇന്ന സമയം വരെ ആയിരിക്കും ഇത് ബിഡ് ചെയ്യാനുള്ള സമയം എന്നൊക്കെ കാണിക്കും. അത് വളരെ സിമ്പിളാണ്. അത് മേക്ക് ഷുവർ ഈ സാറ്റർഡേ 6 PM തൊട്ട് മൺഡേ 10:30 AM വരെ ഈ ടാബ് എപ്പോഴും ആക്റ്റീവായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് മൺഡേ മോർണിംഗ് എന്തായാലും ചെക്ക് ചെയ്യുക ബിഡിങ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച നമ്പർ കിട്ടില്ല, വീണ്ടും ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരാഴ്ച നമുക്ക് ഒരു നമ്പറേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അലോട്ട്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രിൻ്റ് അലോട്ട്മെൻറ്റ്, ഇപ്പോൾ ഞാൻ അവിടെ വിന്നർന്ന് കാണിക്കുന്നുണ്ട്. എൻ്റെ നമ്പറിൽ വേറെ ആരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ നമ്പർ എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ വീക്ക് ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ നമ്പർ ബുക്ക് ചെയ്തത്. അതിന് വേറെ ഭാഗ്യത്തിൽ ബിഡിംഗ് ഒന്നും വന്നില്ല, നമുക്ക് ഈ നമ്പർ കിട്ടി. അതാണ് ഇത്. അതുപോലെ ബിഡിങ് ചെയ്തതിന് ശേഷം നമുക്ക് ചിലപ്പോൾ റീഫണ്ട്, ആദ്യത്തെ ബിഡ് കിട്ടിയില്ലെങ്കിൽ ഇത് റീഫണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. അതിന് വേറെ വീഡിയോ നമ്മൾ ചെയ്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് ട്രഷറി എന്നുള്ള സൈറ്റിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം.